ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറെ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ നിറഞ്ഞ സന്തോഷം കാണുവാൻ കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഈ മീറ്റിങ്ങിൻ്റെ അകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നാമേൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തമായ ചലനം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അകത്ത് കർത്താവ് ചെയ്യും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെയും നടന്നിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വീര്യപ്രവൃത്തികൾ നടക്കുന്ന മീറ്റിംഗാണ് ഇന്നത്തെ മീറ്റിംഗ്. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും ഇന്ന്. ചിലരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, ചിലരുടെ പേരിനെ പോലും മാറ്റിമറിക്കുന്ന ഒരു തരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യക്തമായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് 100% സംഭവിക്കും. മനുഷ്യൻ എന്തെങ്കിലും നിന്നോട് സംസാരിച്ചാൽ അത് നിന്റെ ലൈഫിൽ സംഭവിക്കാൻ ചാൻസേ ഇല്ല. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അപ്പൻ്റെ വചനം പറയുന്നത്. നിന്നോട് നിന്റെ മനുഷ്യൻ നിന്റെ കൂടെ പറയും, ഞാൻ കൂടെയുണ്ട് സിസ്റ്ററെ, ഞാൻ കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലോ, എന്ത് പ്രതികൂലം വന്നാലും ഞാൻ നിന്റെ കൂടെ കാണാം എന്ന് പറഞ്ഞ മനുഷ്യരല്ലേ നമ്മെ വിട്ടിട്ട് പോയതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും വാഗ്ദത്തം നിന്നെയും എന്നെയും കുറിച്ച് പറഞ്ഞാൽ അപ്പൻ അത് അനുദപിക്കുന്ന ദൈവമല്ല. അത് വേഗത്തിൽ 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 താമസമേറ്റേ നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തീയായി വെളിപ്പെടുത്തും. ചിലരുടെ ഒറ്റപ്പെടലുകൾ മാറുന്ന നിമിഷങ്ങളാ, ചിലരുടെ വേദനകൾ മാറുന്ന നിമിഷങ്ങളാ. നീ പോലും ചിന്തിക്കാതെ നിന്റെ അകത്ത് കയറിയിരിക്കുന്ന ചില
ദൈവമാ നിങ്ങളുടെ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അല്പസമയം ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം. ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാവോ? യെസ്. ആമേൻ. താങ്ക് യു സിസ്റ്റർ. പൂർവ്വ പിതാവായ അബ്രഹാം കുഴിച്ച കുഴിയെ ഫെലിസ്ത്യർ മൂടി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ ചില വെല്ലുവിളികൾ ഹല്ലേലൂയ ദുഷ്ടൻ കൊണ്ടുവരാൻ ശ്രമിച്ചാലും, എന്ത് തടസ്സങ്ങൾ ദുഷ്ടൻ ഇടാൻ ശ്രമിച്ചാലും, അതിൻ്റെ അകത്ത് സ്വർഗമാണോ നിന്റെ നീരുറവയെ പുറത്തു കൊണ്ടുവന്നത് എങ്കിൽ ഫെലിസ്ത്യന് അതിനെ മൂടാൻ പറ്റില്ല. ഇതാ നിങ്ങളോടുള്ള ദൂത്. യെസ്. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കുഴിയാ ഫെലിസ്ത്യൻ മൂടിക്കളഞ്ഞത്. നന്മ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു അനുഗ്രഹം അവന് പ്രാപിക്കുമെന്ന് വിചാരിച്ച് അബ്രഹാം ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കരുത്, അവൻ നന്മ അനുഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് ശത്രു അതിനെ മൂടാൻ ശ്രമിച്ചു. കുഞ്ഞുങ്ങളെ, വാഗ്ദത്തമുള്ള വ്യക്തിക്ക് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളുടെ കാര്യം നോക്കേണ്ടത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിരോധമായ ഒരു വ്യക്തി എഴുന്നേറ്റ് വരുമ്പോ നീയല്ല ആ ഉത്തരത്തിന് മറുപടി കൊടുക്കേണ്ട, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത് സർവശക്തനായ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ എന്നെയും നിന്നെയും ഉരുവാക്കിയതിനു മുമ്പേ അറിഞ്ഞൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ശത്രുവിനോട് നാം സംസാരിച്ചു തുടങ്ങുന്നത് കൊണ്ടാണ് അപ്പൻ സൈലന്റ്. നീ ഒന്ന് സൈലന്റ് ആയി നോക്ക്, അപ്പൻ ഇറങ്ങി വരുന്ന നിനക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇത്രയും ദൈവ സാന്നിധ്യത്തിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. എനിക്ക് എന്തുകൊണ്ടെന്നറിയില്ല, ഞാൻ ഈ 21 ദിവസം ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. എന്തിനാ അപ്പ ഈ പ്രിപ്പറേഷൻ? അപ്പൻ എന്നോട് പറഞ്ഞു, ഒരു കൂട്ടം പേര് കൂടിയിൽ കിടന്ന് കരയുന്നുണ്ട്, അവരെ ഒന്ന് പോക്കി എടുക്കണമെങ്കിൽ അഭിഷേകം വേണം. നിങ്ങളോട് പറയാൻ എനിക്ക് വേറെ ഒന്നുമില്ല. അഭിഷേകം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇനി ഒരിക്കലും നീ എഴുന്നേക്കത്തില്ലെന്ന് ലോകം പറഞ്ഞെങ്കിൽ, നിന്റെ കൂട്ടുകാർ പറഞ്ഞെങ്കിൽ, നിന്റെ അപ്പനോ അമ്മയോ നിന്നെ കുറിച്ച് പേരെഴുതി വച്ച് പറഞ്ഞെങ്കിൽ, കുഞ്ഞെ നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ അവൻ ശക്തൻ. വാഗ്ദത്തം വെളിപ്പെടാൻ സമയമാകുമ്പോൾ ശത്രു മുമ്പിൽ വന്ന് നിൽക്കുക. അതുവരെ പിറകിൽ നിന്നാണ് ആക്രമണം. കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അടിച്ചില്ലേലും കുഴപ്പമില്ല, കുറച്ച് കാര്യം നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോട് അകത്ത് കയറണം. വാഗ്ദത്തത്തിന്റെ അകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ, വാഗ്ദത്തം നിന്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ നീ പ്രാപിക്കുമെന്ന് അറിഞ്ഞാൽ ശത്രു നിന്റെ മുമ്പിൽ വരോ? ഇല്ല, നീ ഒരിക്കലും പ്രാപിക്കില്ല. ഞാനത് ജീവനോട് ഇരിക്കുമ്പോൾ അവൻ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? ദൈവ പൈതൽ എന്തു ചെയ്യാ? ഇരുന്ന് പ്രാർത്ഥിക്കും. വാഗ്ദത്തം കിട്ടിയില്ല. അങ്ങനെ വാഗ്ദത്തത്തിലേക്ക് കടക്കാൻ കഴിയാത്ത ഒട്ടനവധി പേര് ഇതിന്റെ അകത്തുണ്ട്. ദൈവം സ്പഷ്ടമായി നിങ്ങളോട് പ്രവചിക്കാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, ഞാൻ നിന്റെ ഉള്ളം കരത്തിൽ ഞാൻ നിന്നെ വരച്ചിട്ടുണ്ട്. നിനക്ക് വിരോധമായി സംസാരിക്കുന്നവരുടെ വായ അടയ്ക്കാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരാൻ പോവുക. ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടതൊക്കെ ശരിയാ. നെബൂഖദ്നേസർ രാജാവിന് രാത്രി ഉറക്കമില്ല. ചിലർക്ക് ഉറക്കമില്ലാതാകാൻ പോവുക. നിന്നെ കുഴിയിലിട്ട വ്യക്തിക്ക് ഉറക്കമില്ലാതാകാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാകുമോ? ചിലതിനെ തീ പിടിക്കുമോ? ആരാ പറഞ്ഞ ഇത് എന്റെ മോനാ, ഇത് എന്റെ മോനാ? ആരാ എന്റെ
മനസ്സിലാവോ നിങ്ങൾക്ക്? നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ പ്രവേശിച്ചെന്ന് കണ്ടാൽ ഒരിക്കലും ആ സഹോദരി ദൈവ വാഗ്ദത്തത്തിലേക്ക് എത്തരുത്. അവൾ അനുഗ്രഹം പ്രാപിക്കരുത്. ആരാ വരുന്നേ? കൂടെ തോളിട്ട് നിന്ന വ്യക്തിയായിരിക്കും നിനക്ക് വിരോധമായി തീരുന്നത്. വേറെ ആരുമല്ല, നീ ആത്മതപനം ചെയ്ത് പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കും നിനക്ക് വിരോധമായി തീരുന്നത്. അത് ഓർത്ത് കരഞ്ഞോണ്ടിരിക്കാനല്ല സഹോദരി, സഹോദര, നിന്നെ വിളിച്ചത് വാഗ്ദത്തത്തിലേക്ക് കേറിപ്പോ. ജീസസ്, ഹല്ലേലൂയ. എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? എത്ര പേര് ആത്മാർത്ഥമായി പറയണം, ആത്മാർത്ഥമായി എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? എന്റെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നു സിസ്റ്റർ. എന്തോ ഒരു ഭയങ്കര ഒരു സാന്നിധ്യം എന്റെ മേൽ വെളിപ്പെടുന്നത് എനിക്കറിയാം. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഇതിൽ ഓരോരുത്തരും ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കും. എന്താ അപ്പന്റെ വാഗ്ദത്തം? നിത്യതയാ. യെസ്, അതിന് ആമേൻ പറഞ്ഞില്ലല്ലോ. നിത്യതയാ വാഗ്ദത്തം. ഇവിടെ കാർ കിട്ടുന്നതല്ല, ഇവിടെ വീട് കിട്ടുന്നതല്ല, ഇവിടെ പാട്ടുപാടുന്നതല്ല, ശുശ്രൂഷിക്കുന്നതല്ല, നിത്യതയാണ്. ഇതാ ശുശ്രൂഷ. നിത്യതയിലേക്ക് ചിലതിനൊക്കെ ജീവൻ കളഞ്ഞാലോ, നിത്യതയ്ക്ക് വേണ്ടി ചിലതിനെ കേട്ടില്ലേ പോകാമോ ലോകത്തിൽ? കുഞ്ഞുങ്ങളെ, കുറ്റം പറഞ്ഞോണ്ടിരിക്കാനേ പറ്റുള്ളൂ. എന്റെ അപ്പൻ ലേഖന ഭാഗങ്ങളിലെല്ലാം വായിച്ചപ്പോ എനിക്ക് പറഞ്ഞെന്ന വികാരമാണ് സ്നേഹം എല്ലാം പൊറുക്കുന്നു. സ്നേഹം മുതിർന്നു പോകത്തില്ല. സ്നേഹമുള്ളവനെ സ്നേഹിക്കാൻ കഴിയും. കപടത അവന്റെ അകത്തില്ല, അവന്റെ അകത്ത് വക്രത ഇല്ല. എനിക്കൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഞാൻ മറ്റവനെ സ്നേഹിക്കും. Oh Jesus, thank you Holy Spirit. ഈ സ്നേഹത്തെ കുറിച്ച് എന്നൊക്കെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയോ, വല്ലാത്ത ഫൈറ്റിംഗ് ഞാൻ അനുഭവിച്ചു. അപ്പൊ ഞാൻ പിശാചിനോട് പ്രവചിച്ചു പറഞ്ഞു, കള്ള പിശാചേ, സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ എന്നെ നീ ഞെരുക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹത്തിന് വിലയുണ്ട്. ഞാനൊരു സൂം പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ സ്നേഹത്തെ കുറിച്ചുള്ള വചനം ചിലർ ഇതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്നേഹവചനങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഫൈറ്റിംഗ്. എനിക്ക് മനസ്സിലായി, സ്നേഹമുള്ള ഒരു തലമുറ വെളിപ്പെട്ടാൽ അവിടെ ജാതി പ്രശ്നമല്ല, അവിടെ മതം പ്രശ്നമല്ല, അവിടെ ആണെന്നോ പെണ്ണെന്നോ പ്രശ്നമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ പ്രശ്നമല്ല, പാവപ്പെട്ടവനോ സമ്പന്നനെന്നോ പ്രശ്നമല്ല. സ്നേഹം എല്ലാം ക്ഷമിക്കും, സ്നേഹം എല്ലാം പൊറുക്കും, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകത്തില്ല. പ്രവചന വരമോ അത് നീങ്ങിപ്പോകും. സ്നേഹം ഒരു നാൾ, വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയത് സ്നേഹമാണ്. ഏറ്റവും 3 തിങ്സിൽ ഏറ്റവും വലിയ സ്നേഹമാണ്. നിനക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുള്ളവന്റെ പ്രത്യേകത ഞാൻ പറയാം. സ്നേഹമുള്ളവൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കത്തില്ല. സ്നേഹമുള്ളവൻ മറ്റുള്ളവരെ വിരൽ ചൂണ്ടത്തില്ല, അവരെ വേദനിപ്പിക്കത്തില്ല, അവന് കൈ കൊടുക്കും. എന്താ സഹോദരി പ്രശ്നം? എന്താ സഹോദര പ്രശ്നം? ഹല്ലേലൂയ. ദൈവ സ്നേഹമുള്ള ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ. യെസ്, എനിക്ക് ശുശ്രൂഷ കിട്ടിയാലും കുഴപ്പമില്ല, ആ മോൾ ശുശ്രൂഷിച്ചോട്ടെ, ആ മോൾ ശുശ്രൂഷിച്ചോട്ടെ, ദൈവരാജ്യം വളരട്ടെ. ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. എന്റെ അയൽ വീട്ടിലുള്ള വ്യക്തി രക്ഷപ്പെടട്ടെ. ആമേൻ പറഞ്ഞേ. ആമേൻ. ഞാൻ രക്ഷപ്പെട്ടില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു സമയമുണ്ട്, ആ സമയത്ത് എന്റെ അപ്പൻ എന്നെ ഉയർത്തും. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാനും ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ തന്നെ വളരെ സർപ്രൈസ് ആയിരിക്കും, എന്താ കർത്താവ് എന്നിലൂടെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ദൂത് ഞാനിങ്ങനെ വിട്ടുപോവാ, സ്നേഹത്തിലോട്ട് പോവുക. ഹല്ലേലൂയ. സ്നേഹമുള്ളൊരു ഹൃദയം ഉണ്ടാകട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ ആടാൻ പറ്റുമോ? സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യൂ. ചിലരുടെ മേൽ ദൈവ സ്നേഹം വെളിപ്പെടും, ചിലർ കണ്ണുനീർ വാക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുവാൻ. ദിവ്യ തേജസ്സാലെന്നെ നിറ
ക്ഷമിക്കും. ഭാര്യ എന്തു പറഞ്ഞാലും ഭർത്താവിന് ക്ഷമിക്കാൻ പറ്റും. ഭർത്താവ് എന്തു പറഞ്ഞാലും ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പൻ എന്തു പറഞ്ഞാലും മക്കൾക്ക് ക്ഷമിക്കാൻ പറ്റും. മക്കൾ എന്തു പറഞ്ഞാലും അപ്പനെ ക്ഷമിക്കാൻ പറ്റും. അമ്മ എന്ത് പറഞ്ഞാലും മക്കൾക്ക് ക്ഷമിക്കാൻ പറ്റും. മക്കൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റും. സ്നേഹം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നാം ചീർക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? നമ്മൾ പൊട്ടിത്തെറിക്കും. ഞാൻ പറയുന്നത് ശരിയല്ലേ? എവിടെയൊക്കെയോ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞുങ്ങളെ, നമ്മുടെ ബന്ധത്തിലേക്ക് സ്നേഹം മടങ്ങി വന്നില്ലെങ്കിൽ ഒരു സീസൺ കഴിയുമ്പോൾ നീ സ്നേഹിക്കാൻ നിന്റെ തലമുറയെ ആഗ്രഹിക്കും. പക്ഷെ ആ തലമുറ നിന്റെ കൂടെ കാണത്തില്ല. വ്യക്തമായി ഞാൻ ദൂത് പറയുക. ആരോടാണെന്ന് എനിക്കറിയില്ല. ഈ സമയം നീ ജീവിതത്തിന്റെ അകത്തൊന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നീ സ്നേഹിക്കാൻ ആഗ്രഹിക്കും. നിന്റെ തലമുറ നിന്റെ കൂടെ കാണത്തില്ല. ഇത് അപ്പന്റെ പ്രവൃത്തിയാ. നീ തിരിച്ചറിയും. വർഷങ്ങൾ കഴിയുമ്പോ നിന്റെ തലമുറയെ നീ സ്നേഹിക്കാൻ നോക്കുക. നിന്റെ തലമുറകൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും. ഒന്ന് ചെറുമക്കളെ ലാളിക്കാൻ ആഗ്രഹിക്കുക. സാധിക്കില്ലെന്ന് ഈ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിന്റെ അകത്ത് ഞാൻ പ്രവചിക്കും. അങ്ങനെയുള്ള തലമുറകൾ ഇതിന്റെ അകത്തുണ്ട്. മീനുവിനെ ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം, നിന്റെ തലമുറ ഇപ്പൊ സ്നേഹിച്ചോടാ. ഒരു പരിധി കഴിയുമ്പോൾ അവൾ വിദേശ രാജ്യത്തായിരിക്കും കുഞ്ഞെ. ഇപ്പൊ നിന്റെ കൂടെ തന്നിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ദൈവത്തിൽ ലണ്ടൻ എന്ന രാജ്യത്തിലേക്ക് പോകുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. നീ കരഞ്ഞ തീർത്ത സംവത്സരങ്ങളുടെ അനുഗ്രഹം നിന്റെ തലമുറയിലൂടെ, നിന്റെ കണ്ണിലൂടെ നീ കാണാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാതിരുന്നത്, സ്വസ്ഥത ഇല്ലാതിരുന്നത് നിന്റെ തലമുറയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുവെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. സ്നേഹം എല്ലാം ക്ഷമിക്കും. സ്നേഹമുള്ളിടത്ത് വഴക്കില്ല. ഒരാൾ കരയുമ്പോ, ഒരാളെ വേദനിപ്പിക്കുമ്പോ മറ്റേ ആൾക്ക് വേദന തോന്നും. എവിടെയൊക്കെ വേദന ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലരെയും കീറി മുറിക്കുന്നത്. കൊലപാതകങ്ങളിലൂടെ ഒക്കെ പോകുന്നത് എത്രമാത്രം വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നു. മനുഷ്യൻ മൃഗമായി മാറുന്നു. നമ്മൾ അഭിമാനിക്കുന്നത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന്. ഞാൻ നിങ്ങളോടും എന്നോടും ഞാൻ ചോദിക്കുക, ദൈവസ്നേഹം ഉണ്ടോ? ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാത്തിനെയും കണ്ണടയ്ക്കാൻ പറ്റും. അബ്രഹാം കുഴിച്ച കുഴിയെ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. പക്ഷേ ഒരു ഇസഹാക്ക് വന്നു. ഒരു ഇസഹാക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ഇസഹാക്ക് വന്നാൽ ചിലതൊക്കെ നടക്കും. നിന്റെ കാലത്ത് നടക്കാത്തത്, നിന്റെ കാലത്ത് നടക്കാത്ത നിന്റെ തലമുറയിലൂടെ ദൈവരാജ്യത്തിനകത്ത് നടക്കാൻ പോകുന്നു. നീ ഓടിയതും നീ വേദനിച്ചതും പ്രയാസപ്പെട്ടതും ഒക്കെ നിന്റെ തലമുറ അങ്ങനെയല്ല ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. അവൻ സമ്പുഷ്ട അനുഗ്രഹത്തോടെ രാജകീയമായി നിന്റെ ലെവൽ മാറ്റുന്ന നിലവാരത്തെ കർത്താവ് മാനിക്കാൻ പോവുക. നിങ്ങൾ വിചാരിക്കരുത് നിന്റെ മക്കൾ ഇതുവരെ എത്തത്തുള്ളൂ. ചില അതിരുകൾ നിങ്ങളുടെ തലമുറയെ കുറിച്ച് നിങ്ങൾ പറയരുത്. ദിനവരെ പറയണ, എന്റെ മക്കൾ ദൈവരാജ്യത്തിന് അത് ശക്തമായി പ്രയോജനപ്പെടാൻ പോവുക. അവരുടെ ജീവിതം മാറാൻ പോവുക. പറയണം. കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ മാതാപിതാക്കൾ എന്താ നമ്മുടെ തലമുറയെ കുറിച്ച് പറയുന്നത്, അത് നടക്കും. നെഗറ്റീവ് പറഞ്ഞാൽ അത് നടക്കും. നിന്റെ കുഞ്ഞ് അങ്ങനെ പോത്തോളൂ. എന്റെ കുഞ്ഞ് പൊട്ടിയാകട്ടോ, എന്റെ കുഞ്ഞ് ആരെ വിളിച്ച വിളിയകത്തില്ല. ആരോ പറയുന്ന ഒരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നിന്റെ കുഞ്ഞ് പൊട്ടിയായി മാറും. നിന്റെ കുഞ്ഞ് പൊട്ടിയായിരിക്കും. നീ പറയണേ, എന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാ. ചിലർക്കൊക്കെ ദഹിക്കുന്നുണ്ടായിരിക്കാം, ചിലർക്കൊക്കെ ദഹിക്കുന്നില്ലായിരിക്കും. എനിക്ക് നോ പ്രോബ്ലം. പരിശുദ്ധ പറയുന്നത് പറഞ്ഞേച്ച് ഞാൻ പോകും. ദൈവം നമ്മൾ ശുശ്രൂഷിക്കാനല്ലാതെ എനിക്ക് അറിയില്ല. വാഗ്ദത്തം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ശത്രു നിന്റെ മുമ്പ് വരും. ഇത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഇടയന്മാർ അവിടെ കിടന്ന് അടികൂടുക ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഇത് എന്റെ വെള്ളമാ, ഇത് എന്റെ ശുശ്രൂഷയാ, ഇത് എന്റെ ജനമാ, ഇത് എന്റെ ദേശമാ. ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാവോ? അങ്ങനെയാണോ? എങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ മാറി തന്നേക്കാം. ഇത് നിങ്ങളുടെ ദേശമല്ലേ, നിങ്ങൾ എടുത്തോ. ഷണ്ട വന്ന വീട്ടിട്ട് ഓടിക്കോണം. ഷണ്ട വന്ന ഞാൻ യൂട്യൂബിൽ കയറി ഈ മെസ്സേജ് കാണുന്ന ദൈവ മക്കളോട് ഞാൻ പ്രവചിച്ചു പറയുക, ഷണ്ട വന്നാൽ നീ ആ ശുശ്രൂഷയുമായി നിൽക്കരുത്, ആ ദേശവുമായി നിൽക്കരുത്. ദൈവ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് ഓടിക്കോണം. അല്ലെങ്കിൽ അത് നിന്നെ തീർത്തുകളയും.
ശക്തികൾ നിനക്കെതിരെ നിൽക്കുമ്പോ കുഞ്ഞേ നീ അവിടെ ഇരുന്ന് കരയാനല്ല, അപ്പന്റെ വചനം നോക്കി പഠിച്ചിട്ട് മുമ്പോട്ടോടണം. എന്നും കരച്ചിലല്ല സഹോദരി, എന്നും വേദനയല്ല സഹോദര. ഒരു നാളിൽ വാഗ്ദത്തം വെളിപ്പെടും. ലോകരാജ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയുക, ഒരു നാൾ എന്നും നിന്നെ അടച്ചുകൂട്ടാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ, എന്നും നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിന്റെ സീസൺ തിരിയുമ്പോ നീ പുറത്തു വരും. നിങ്ങളോട് മാത്രം എനിക്ക് പറയാനുള്ളത്, നിന്റെ സീസൺ തിരിയുമ്പോ നീ പുറത്തു വരും. അതുവരെ കാത്തിരിക്കണം. സമയമായോന്ന് നീ കാത്തിരിക്കണം. ഓ, വാഗ്ദത്തത്തിന് ഒരു സമയം വച്ചിരിക്കുന്നു, ദർശനത്തിന് ഒരു സമയം വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടാം. നിനക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. ആ വാഗ്ദത്തം ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. വൈകിയാലും വരും നിശ്ചയം. സമയം തെറ്റത്തില്ല കുഞ്ഞെ, സമയം തെറ്റത്തില്ല. വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങൾ. എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊന്ന് പാടാവോ? വാഗ്ദത്തത്തിൻ സമയമാണിത്. കരങ്ങളൊന്ന് വീശി. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. എത്ര പേര് പറയും? വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല അംശം കർത്താവിന് വേണ്ടി എടുത്താൽ നമുക്ക് കാണിക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞു എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടുന്ന സമയമാണ്. കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കൊലുക്കി കവിയുന്ന നല്ല അളവ് തരുന്ന ഒരു സ്വർഗത്തിൽ അപ്പച്ചന് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിത് വിതയ്ക്കുന്നത് മനുഷ്യനല്ല, അപ്പന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഉത്തമ ഉറപ്പോടുകൂടെ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന നന്മയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, കർത്താവെ, ഈ പ്രിയ മക്കളുടെ ഇല്ലായ്മയിൽ നിന്ന് ഇപ്പോൾ വിതയ്ക്കുമ്പോൾ ഇത് 100 മേനിയായി ബാങ്ക് ബാലൻസിൽ വെളിപ്പെടട്ടെ. ഇത് 100 മേനിയായി ഭവനത്തിൽ വെളിപ്പെടട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇവരുടെ അധ്വാന ഫലം അവർ തിന്നട്ടെ. അവരുടെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളിയായി തീരട്ടെ. അവരുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളായി തീരട്ടെ. ഇവരുടെ മക്കളുടെ മക്കളെയും ഇവർ കാണട്ടെ. ഇസ്രായേലിൻ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ബ്ലസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിങ്ങിൻ്റെ ആരാധന പേരഡ് വെച്ച് നടക്കുന്നതായിരിക്കും. അതിൻ്റെ അടുത്ത ദിവസം പകുതി തന്നെ സുജ പന്നിയോടെന്ന ഭവനത്തിൽ വെച്ച് രാവിലെ 10:30 മണി മുതൽ വൈകുന്നേരം 3:30 മണി വരെ ശുശ്രൂഷിക്കുക. സുജ പന്നിയോട് എന്ന ഭവനത്തിൽ വെച്ച്, രഞ്ജിത്ത് പന്നിയോട്. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ 9:15 ഇവിടുന്ന് വാഹനം അറേഞ്ചിട്ടുണ്ട്. 30-35 പേർക്ക് വാഹനത്തിൽ പോകാൻ കഴിയും. ഇപ്പോൾ 20-25 പേരെ ആയിട്ടുള്ളൂ. ഇനിയും ചില സീറ്റുകളുണ്ട്. വരാൻ താല്പര്യമുള്ളവർക്ക് 9:15 തിങ്കളാഴ്ച രാവിലെ 9:15 നമ്മൾ ഹോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. തിരിച്ചും ഇവിടെ ആ വാഹനം കൊണ്ടുവിടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എടുക്കാം.
സന്തോഷമുള്ള ദൈവം കഴിച്ചത് ഭാര്യ പറഞ്ഞാട്ടെ. ഈ മീറ്റിംഗ് ഇപ്പോൾ ലൈവാണ്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുക. സന്തോഷം ഭാര്യ പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാൾ ഇതുപോലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പവിത്രയുടെ മീറ്റിംഗ്, ഗൂഗിൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇത്രയും പേരല്ല ഈ മീറ്റിംഗ് കണ്ടത്. ലോകത്തുള്ള സകല ജാതികളും ഇത് മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റേ കണ്ടുകൊണ്ടിരിക്കുക, മറ്റേ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഇവിടെ നടക്കുന്ന വിടുതൽ അനേക രാജ്യങ്ങൾ നടക്കും. നമ്മളിപ്പോൾ ആയിരുന്ന സഹോദരൻ രമേശ്, അതൊക്കെ ഏത് രാജ്യത്തായിരുന്നു? മസ്കറ്റ്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഇപ്പോൾ പറയും. ഈ പവിത സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം കേട്ട അദ്ദേഹം മുഖാന്തരമാണ്. അദ്ദേഹം തേങ്ങാപ്പട്ടണം എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടിൽ നിന്ന് ഈ മീറ്റിങ്ങിന് പവിത ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നാളെ തിരിച്ച് ഗൾഫിൽ പോവുകയാണ്. ഒരു നിമിഷം ഈ സഹോദരനോട് പ്രാർത്ഥിക്കാം, പിന്നെ സാക്ഷി പറയും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഈ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞ പ്രാവശ്യം കർത്താവേ ഇപ്പോൾ പിശാചി മകനെ തകർത്ത് തിരിച്ചു മടക്കിക്കൊണ്ടു. പക്ഷേ ഞങ്ങൾ ഈ മകനെ യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാരായി സഭയായി ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു മടങ്ങുമ്പോൾ അനുഗ്രഹത്തോടെ, നല്ല സമ്പത്തുള്ളവനായി, അനുഗ്രഹമുള്ളവനായി, നല്ല സാക്ഷികൾക്ക് വംശമായി. ആമേൻ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ അനുഭവം ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കും. സാക്ഷ്യം പറയാൻ ഒരു സമയമൊരുക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ മസ്കറ്റ് രാജ്യത്തായിരുന്നു. പോയിട്ട് ഒരാഴ്ച വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ചെവിയുടെ വലത് ചെവിയിൽ ഒരു ചത വളർന്നുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഞാൻ നാട്ടിൽ കിടന്ന് വളരെ കഷ്ടപ്പെടുമായിരുന്നു. ഒരാഴ്ചക്കകത്ത് ഇതുണ്ടായി. 1 മാസത്തോളം ഞാൻ അവിടെ നിന്നു. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ വൈദ്യ സിസ്റ്ററിൻ്റെ കൂടെ ഈ ഗൂഗിൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുക. സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾക്ക് ഒരുമാതിരിയുള്ളവർക്കൊക്കെ അറിയുമായിരുന്നു അങ്ങനെ. പക്ഷെ അങ്ങോട്ട് ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, എന്താ ഒരു സഹായം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ആ സഹോദരനാണ് എന്നെ സിസ്റ്ററിൻ്റെ കൂടെ ഗൂഗിൾ മീറ്റിങ്ങിൽ എന്നെ അറ്റൻഡ് ചെയ്തിട്ടത്. ആ ഗൂഗിൾ മീറ്റിംഗ് കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പിശാചിൻ്റെ ഭയങ്കര പോരുകളായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടുത്തെ വണ്ടികളിൽ എന്തെങ്കിലും വിഴുങ്ങി ചാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം രാത്രിയൊക്കെ ഒരുപാട് എനിക്ക് സമയമൊന്നുമില്ല. 10, 11 മണി, 12 മണി, 2 മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഇരിക്കാൻ പറ്റൂല, കിടക്കാനും പറ്റൂല. 2 ചെവി ഇങ്ങനെ 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഒരു കസേരയ്ക്കകത്ത് അടുക്കളയിൽ കയറി ഇരിക്കുന്നത്. റൂമിൻ്റെ അകത്ത് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കരയാൻ പറ്റൂല. ഒരു അടുക്കളയിൽ കയറി കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 10-20 ദിവസമൊക്കെ അങ്ങനെയായിരുന്നു. അവിടെ ആശുപത്രിയിൽ പോയിട്ട് മരുന്നെടുത്തിട്ട് ഏതൊരു വേദനയ്ക്കും ഒരു കുറവുമില്ല, വേദന കൂടുന്നതല്ല, കുറവില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് സിസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് ഒരു സാധാരണപ്പെട്ട ഒരു കാര്യമല്ല, ഭയങ്കര പ്രശ്നമാണ് ബ്രദർ, നമുക്ക് ഒരു പരിധി വരെ പറ്റുള്ളൂ, അതിൻ്റെ മേലെ അവിടെ ഈ ഗൂഗിൾ മീറ്റിംഗ് കൂടെ പറ്റൂല, നേരിട്ടാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് സിസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് കേട്ട് എനിക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വരാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ഫോർമാൻ നമുക്ക് കിട്ടിപ്പോയി. ബുദ്ധിമുട്ടായിരുന്നു, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. വരാനും പറ്റിയില്ല, അവിടെ നിൽക്കാനും പറ്റില്ല, കയ്യിൽ കാസുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിൽ ദൈവം ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നതിന് ചേർത്ത് ഈ മീറ്റിംഗ് കൂടെ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച്, പിന്നെ സഹോദരൻ എനിക്കുമായിട്ട് ഞാൻ വീട്ടിലൊരു പ്രശ്നമായി. അങ്ങനെയൊക്കെ വീണ്ടും ഈ ചെവി പൊട്ടി. അങ്ങനെ പിന്നെ ആ ചെവിക്കകത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ കരയാനും പറ്റിയില്ല, പുറത്ത് പറയാനും പറ്റത്തില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ കോളേജിൽ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ അതിനുശേഷമാണ് ഈ വേദനയ്ക്ക് ഒരു ഇത് കിട്ടിയത്, തീർവ് കിട്ടിയത്. എന്താണ് ഈ വേദന എങ്ങനെ കുറയുന്നു വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ അവിടെ മാർത്താണ്ടത്തായിരുന്നു. ഡോക്ടറെ കണ്ട് എയർപോർട്ടിൽ നേരെ പോയത് ഹോസ്പിറ്റലായിരുന്നു, വീട്ടിൽ കയറിയില്ല, നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ കയറിയതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു കുറവുമില്ല വേദനയ്ക്ക്. അവിടെ നിന്ന് കവടിയാർ പോയിട്ട് കവടിയാർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവിടെ നിന്ന് ഒരു കുറവുമില്ല. അവസാനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എടുത്ത് പാസ്റ്റർ പറഞ്ഞ് ഇനി ഇതിനൊരു വിടുതല കിട്ടുമെന്ന് പറഞ്ഞ് പാസ്റ്റർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പറയും ഒരു മാനേജേഷനൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് അവർ വിട്ടിട്ട് അതിന് പടിപ്പടിയായിട്ട് പറഞ്ഞ് ഇന്ന് ഒരു വേദന ഇല്ലാതെ തീരെ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടാണ് ഞാൻ മടങ്ങി തിരിച്ചും പോകുന്നത്. നാളെ രാവിലെ 8:30 എനിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ
ചെവിക്കകത്ത് യാതൊരു വേദനയില്ല, ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ ഞാൻ പോവുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിംഗ് ലൈവിൽ കാണുന്നവരെല്ലാവരും, പക്ഷേ ഈ ഗൂഗിൾ മീറ്റിംഗിന് ഒരു സാധാരണ ഒരു കാര്യമല്ല. ഞാൻ പറയുന്നത് അടുത്ത നാട്ടിലാണ് നമ്മൾ കടൽ കടന്നു പോയാൽ ആരുമില്ല, ദൈവം കൂടാതെ ഒരു മനുഷ്യനും നമ്മളെ നോക്കുവാൻ പറ്റത്തില്ല. ഈ ഗൂഗിൾ മീറ്റിംഗ് നിങ്ങൾ കാണുന്നവർ അത് ഉപേക്ഷിക്കരുത്, അത് ദിവസം കാണണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാനൊരു സാക്ഷ്യം പറയുന്നത്. നിങ്ങളെ നോക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മനുഷ്യനല്ല. അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻ്റെ മോന് കൂടെ ഉണ്ട്, എൻ്റെ വൈഫ് കൂടെ ഉണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നാളെ രാവിലെ 8:30 എനിക്ക് ഫ്ലൈറ്റ്. എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമ മഹത്വം. അടുത്ത് വരുമ്പോൾ വരണേ. ഓക്കെ, അതുകൊണ്ട് പറയാം, മറന്നു. ഓക്കെ, ജീസസ് ഹല്ലേലൂയ. കേട്ട സാക്ഷ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഷണ്ട വന്നാൽ വിട്ട് കൊടുത്തയക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വിഷയം വിട്ടു പോയോ? ഇല്ല. നമ്മൾ എവിടെ നിൽക്കുക? അബ്രഹാം കുഴിച്ച കുഴിയെ ഫെലിസ്തർ മൂടിക്കളഞ്ഞു. തിരിച്ചു വന്നേ. വീട്ടിൽ പോയിട്ട് വന്നവരൊക്കെ തിരിച്ചു വന്നേ. ഒരു 15 മിനിറ്റ് കൊണ്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ പോയി മീന് അവിടെ തന്നെ ഉണ്ട്, തോരൻ അവിടെ തന്നെ ഉണ്ട്, ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാ വന്നേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഭാരപ്പെടണ്ട. ഓക്കെ, ആമേ. ഇവര് പറഞ്ഞവരെല്ലാരും വീട്ടിൽ പോയിട്ട് വന്നവരാണ്. ഓക്കെ, ചെറിയ കോമഡി ഒക്കെ വേണം. ഓക്കെ, ഇത് അനുഗ്രഹിക്കട്ടെ. അപ്പോ ഷണ്ട വന്നാൽ, ഒരു കുടുംബത്തിന്റെ അകത്ത് ഷണ്ട വന്നാൽ, ഒരു അവകാശത്തിന് വിരോധമായി ഷണ്ട വന്നാൽ, നീ അവകാശത്തെ കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കരുത്. വാഗ്ദത്തം തന്ന ദൈവം അതിനേക്കാൾ അപ്പുറം തരാൻ ശക്തനാണ്. യോസേഫിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. യോസേഫിന് അൾട്ടിമേറ്റ് വാഗ്ദത്തമായിരുന്നു. എന്താണെന്നറിയാമോ? വാഗ്ദത്തമുള്ള സന്തതി ദേശത്തിൽ നിന്ന് പോകേണ്ട സ്ഥിതി വന്നു. അവന് ദേശത്ത് നിൽക്കാൻ പറ്റിയില്ല. അവന് പൊട്ടക്കുഴിയിൽ കിടക്കേണ്ടി വന്നു. അവന് മിദ്യാന്യ കച്ചവടക്കാരോട് പോകേണ്ടി വന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ അവന് അപമാനം ഏൽക്കേണ്ടി വന്നു. ഇതൊന്നും യോസേഫിന് ആദ്യം കർത്താവ് പറഞ്ഞു കൊടുത്തില്ല. സ്വപ്നം കൊടുത്തു. എന്താ സ്വപ്നം കൊടുത്തേ? കറ്റകളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? യോസേഫിനെ നമസ്കരിക്കുന്നു. ഈ ഒരു സ്വപ്നത്തിലാ യോസേഫിന്റെ ചലനം. പൊട്ടക്കുഴി കിടക്കുന്നത് ഇതിന്റെ അകത്ത് കാണാം. പോത്തിഫറിന്റെ ഭവനത്തിന്റെ അകത്ത് അകപ്പെട്ടു പോയത് ഇതിന്റെ അകത്ത് കാണാം. ചില ജയിലുകളിൽ അകപ്പെട്ടു പോയ ചിലത് ഇതിന്റെ അകത്ത് കാണാം. കുഞ്ഞെ, ജയിലിന്റെ അവസാനമല്ല, പോത്തിഫറിന്റെ ഭവനത്തിന്റെ അവസാനമല്ല. നിന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, അവർ വീണ്ടും ഒരു കുഴി കുഴിക്കുക. ഇസഹാക്ക് പറഞ്ഞിട്ട് വീണ്ടും വിടാൻ പറ്റുന്നില്ലെന്നേ. വാഗ്ദത്ത തലമേ വന്നാലുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാരും നെഗറ്റീവ് പറഞ്ഞാല് വാഗ്ദത്തം പറയുന്നവൻ പറയും അത് നടക്കും, അത് നടക്കും, അത് നടക്കൂന്നേ. എന്റെ അപ്പനല്ല എന്നോട് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? അതൊരു വെളിപ്പാടാ. ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ അപ്പന് മനസ്സിലാകത്തില്ല. നമ്മുടെ അമ്മയ്ക്കോ ഹസ്ബൻഡിനോ ഭാര്യയ്ക്കോ സഹോദരനോ സഹോദരിക്കോ നമ്മുടെ മേലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം നടക്കുമെന്ന് വിശ്വാസം കാണില്ല. നമുക്ക് പറയും, നമ്മുടെ അകത്തുനിന്ന് ഒരാൾ പറയും അത് നടക്കും, അത് നടക്കും. പറഞ്ഞേ, അത് നടക്കും എന്ന് പറഞ്ഞേ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ തലേ കൈവച്ചു പറഞ്ഞു, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് സ്വർഗം എഴുതിയിരിക്കുന്നതാകയാൽ അത് നടക്കും, അത് നടക്കും. ഇത് പറഞ്ഞ് എല്ലാവരുടെ മേലും വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. യെസ്, വാഗ്ദത്തം വേഗത്തിൽ വെളിപ്പെടത്തില്ല. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ഞെരുക്കമുണ്ട്. ഇത് കൂടെ പറഞ്ഞാലല്ലേ പറ്റൂ. ജീസസ്, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ 0 ആയിരുന്നപ്പോ നിങ്ങളെ കൂട്ടുപിടിച്ചവനെ മറന്നു പോകരുത്. ഒരു സ്നേഹിതനുണ്ടല്ലോ ബ്രദറെ, നിങ്ങൾ ഒന്നും അല്ലാത്തപ്പോ ശരിയാകുമെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആ വ്യക്തിയാണ് യഥാർത്ഥ സുഹൃത്ത്. എല്ലാം ആയപ്പോ കൂടെ വന്നതൊക്കെ അഭിനയങ്ങളാ, വക്രതകളാ. കർത്താവ് പറയുക, ചില മുഖംമൂടികളെ ഇന്ന് കർത്താവ് കീറിക്കളയും. ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്.
ചില ചതികളുടെ അകത്തൊക്കെ പെടുത്തി അതിൻ്റെ അകത്ത് നീ ഇനി ഒരിക്കലും ഉയർന്നു വരത്തില്ലെന്ന് ചില നിയമ നടപടികളൊക്കെ എഴുതി വച്ച ചില സുഹൃത്തുക്കൾ ഇന്ന് എവിടെയെന്ന് ദൈവം നിങ്ങളോട് ചോദിക്കും. പറയുക, ദുഷ്ടനെ നീ നോക്കും, അവൻ കാണത്തില്ല. യഹോവ നീതിമാന്റെ കൂടെ ഉണ്ട്. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അത് നിന്റെ അപ്പം തരുമോ നല്ല വചനം, അത് നിന്റെ അമ്മ തരുമോ നല്ല വചനം, നിന്റെ കൂട്ടുകാരനോ ഹസ്ബൻഡോ വൈഫോ തരുമോ നല്ല സ്വർഗം തരുമെന്ന വെളിപ്പാട് കത്തട്ടെ. എല്ലാരും ഉണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ലേ സിസ്റ്ററെ, അല്ലേ? അതാ ഞാൻ പാടിയത്. വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതിയെനിക്ക്. യെസ്, ഈ സാന്നിധ്യവുമായി ചലിക്കുന്നവന് വേദന ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തെന്ന് അറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിരോധമായി സംസാരിപ്പിക്കും. വഴി പോകുന്ന ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചീത്ത വിളിച്ചാലോ, നീ ശരിയല്ല എന്ന് പറഞ്ഞാലോ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് ഒരു കുഴപ്പമില്ല, അതെന്താ അവൻ പറഞ്ഞോണ്ട് പോകട്ടെ. സ്വന്തം അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ സഹോദരനോ സഹോദരിയോ വന്ന് നിന്ന് പറഞ്ഞാൽ ഹൃദയം തീ പിടിക്കും. അത് പിശാചിനറിയാം. വാഗ്ദത്തമുള്ളപ്പോ കുഞ്ഞെ ബി സൈലന്റ്. ഇന്ന് രാവിലെ പപ്പ എന്നോട് പറഞ്ഞൊരു കാര്യം, ബി സൈലന്റ്. സ്വർഗം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സ്വർഗം എന്തൊക്കെയോ നിനക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അതുകൊണ്ടാ വാഗ്ദത്തമുള്ളവൻ അറിയാം നിന്റെ പുറകെ ഒരു സൈന്യം വരുന്നുണ്ട്. അസ്ഥികളുടെ താഴെയുടെ അകത്ത് ഞാൻ പ്രവചിക്കുക, ഇതിന്റെ അകത്ത് ഒരു സൈന്യം പുറത്തു വരുന്നുണ്ട്. ലോക രാജ്യങ്ങളായിരിക്കുന്ന ജനത്തോട് ഞാൻ പ്രവചിക്കുക, നിന്റെ ശൂന്യതയെ നോക്കിക്കൊണ്ട് നീ വേദനിക്കരുത്, നീ അസ്ഥി കുമ്പരത്തെ നോക്കിക്കൊണ്ടിരിക്കരുത്. വേണ്ടി പുറത്തു വന്ന ഒരു സൈന്യം പോലെ നിനക്ക് വേണ്ടി ഒരു സൈന്യം പുറത്തു വരും. റിവൈവൽ ഫയർ വെളിപ്പെടാൻ പോവാ. ഇന്നലെ വരെ റിവൈവൽ ഫയർ എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവർ റിവൈവൽ ഫയർ അറിയാൻ പോവാ. റിവൈവൽ ഫയർ എന്നാൽ ഉണർവിന്റെ അഗ്നി എന്ന അർത്ഥം. അവൻ ഇരിക്കാൻ പറ്റില്ല, കസേരയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ശുശ്രൂഷന്മാരെ വാർത്തെടുക്കുന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അതിൽ ഓരോരുത്തരായി ഈ സ്റ്റേജിൽ ലോക രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ ദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ പോവാ. അസൂയയില്ലാത്തൊരു ആമേൻ പറഞ്ഞേ. ഓ മൃഗധര, നിന്റെ അതിരുകൾ പൊട്ടാൻ പോവുക, നിന്റെ അതിരുകൾ പൊട്ടാൻ പോവുക. ലോകം നിനക്ക് വേണ്ടി എഴുതി വെച്ച അതിരുകൾ. ഓ പ്രാപിക്കാൻ നമ്മൾ പ്രാപിച്ചോണ്ട് പോട്ടെ. പുസ്തകം 26-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു, ആ ദിവസം തന്നെ അവർ വീണ്ടും ഒരു കിണർ ഒഴിക്കുകയാ. അതിന് ഷിബ എന്ന് പേരിട്ടു. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്താ? ഇത്രയും പറയാനായിരുന്നു തത്രപ്പാട്. നിങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ള, നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പറയാനാ ഞാൻ വന്നേ. ഷിബ എന്ന് പേരിട്ടു. ഷിബ എന്ന അർത്ഥം വെള്ളമാണ്, അഭിഷേകത്തിന്റെ വെള്ളം, അഭിഷേകത്തിന്റെ നദി. അറിയാത്തവരോട് ഞാൻ പറഞ്ഞു തരാം, ഈ ശിവ എന്ന് പറയുന്ന മോളുടെ പേരൊന്നും അല്ല. ശിവ എന്ന് പറഞ്ഞ അഭിഷേകത്തിന്റെ നദിയ. ഇതിന്റെ അടിസ്ഥാനം എന്റെ അപ്പൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചതാ ഈ വചനം. കുറച്ച് ബോറടിയൊക്കെ ആദ്യം തോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കിണർ, എന്ത് കുത്തി എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിന്റെ അകത്തൊരു നദി പുറപ്പെടുന്നുണ്ട്. ഈ നദി ചിലതിനെ വിഴുങ്ങാൻ പോവുക, നിന്റെ രൂപം പോലും മാറ്റാൻ പോവുക. വിശ്വസിക്കാൻ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് പ്രാർത്ഥിച്ചേ. ആ ജീവജലത്തിന്റെ നദി എന്റെ മേൽ ഒഴുകണം. ഓ ഒന്ന് പ്രാർത്ഥിച്ചേ. അടുത്തിരിക്കുന്നവനെ നീ നോക്കണ്ട, നീ പ്രതികരിച്ചാൽ ഇവിടെ ആരും ഒന്നും പറയത്തില്ല. ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സമയമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. തീ പോലെ ദൈവശക്തി വെളിപ്പെടാ ചിലതിന്റെ മേൽ. ഓ തീ പോലെ വെളിപ്പെടുകയാ. അഗ്നിയുടെ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിൽ
അസാധാരണമായി തീ കത്തുക. നിങ്ങളുടെ മേൽ അസാധാരണമായി തീ കത്തുക. ഒരമ്മയുടെ സ്നേഹം കർത്താവ് നിങ്ങൾക്ക് ഇപ്പൊ തരുക. ആർക്കൊക്കെ അമ്മയുടെ സ്നേഹം വേണ്ട ഒന്ന് കൈവയ്ക്കുക. ഒന്ന് അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. യെസ്, കർത്താവ് എന്നോട് പറഞ്ഞു സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജനമായത് അമ്മയുടെ സ്നേഹം കർത്താവ് തരാൻ പോവുക. നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തെക്കാൾ ലോകം നൽകിടും സ്നേഹത്തെക്കാൾ അൾട്ടിമേറ്റ് ലെവലിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. ചിലതിന് മേൽ തീ പിടിക്കും, ചിലതിന്റെ മേൽ തീ പിടിക്കും. കാരണം സ്വർഗം ഇറങ്ങി നിൽക്കുന്ന ആത്മാവിനെ കാണിക്കും. ചില ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കും. ഞാൻ വിളിക്കും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തതിന്റെ മേൽ ഇപ്പോൾ തീ പകരണം. അൾട്ടിമേറ്റ് പ്രസൻസ്. യെസ് യെസ് യെസ്. എന്ത് പ്രയാസം വന്നാലും എന്ത് വേദന വന്നാലും ഈ സ്നേഹത്തെ വിട്ടുപോകാത്തൊരു അഭിഷേകം ചിലതിനെ വ്യാപരിക്കും. അത് യെസ് യെസ് യെസ്. വെറുതെ അല്ല പ്രാപിക്കാൻ നിൽക്കേണ്ട അത്
Hallelujah.
സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതല കിടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില മാത്രമാകുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു. ഒറ്റ പിശാചിന്റെ പോരുകൾ ഈ ആലയത്തിനകത്ത് കാണുന്നില്ല. ഒരു ദുരന്തമില്ല, ശാനമില്ല, ചില ദുരാവിൽ യേശുവിന്റെ നാമത്തിൽ ചില സാപത്തിന്റെ കെട്ടുവച്ചിരിക്കുന്ന ചില കെട്ട് യേശുവിന്റെ നാമത്തിൽ ആയിരം മാറുകയാണ്. പരിമള ലഭിക്കരുത്, ആത്മ ലഭിക്കരുത്. നിന്റെ കുടുംബത്തിനകത്ത് ആത്മനി വരാനുള്ള പ്രേക്ഷിക്കുന്നത് പ്രേരണയാക്കണം. Yes, yes. ദൈവം സംസാരിക്കുന്നത് ഞാൻ കാണുകയാണ്. അനേക മക്കളെ സ്പർശിക്കുന്നത് ഞാൻ കാണുകയാണ്. ദൈവത്തിന്റെ സ്പർശനം ഈ മക്കളിൽ ഏറെയാണ്. Yes. Hallelujah. 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 ആത്മാവിനാശം. ലോകം വേഗത്തിൽ വേഗം അടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് ചില അനുഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ, ചില വീര്യപ്രവൃത്തികൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഒരു കൂട്ടം ജനത്തിന് ഇന്ന് പൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷ മകളെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ശുശ്രൂഷ അനുഭവിച്ച മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങണമേ. ഈ ആലയം വിട്ട് മടങ്ങുമ്പോൾ കർത്താവെ ലൈവിലൂടി കർത്താവെ ആയിരക്കണക്കിന് ജനം, ലക്ഷക്കണക്കിന് ജനം ഈ ശുശ്രൂഷ ഇന്ന് പൽക്കാലം കണ്ടപ്പോൾ അവിടെ ജീവിതങ്ങളിലും ഒരായിരിക്കുന്ന സ്ഥലങ്ങളിലും ദൈവിക വിടുതൽ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളെ ആരെങ്കിലും ഈ കർത്താവെ സ്ക്രീനിന് മുൻപിലിരിക്കണമെങ്കിൽ അവരായിരിക്കുന്ന രാജ്യങ്ങളിൽ, സ്റ്റേറ്റുകളിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവിക വിടുതൽ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് വാർത്താശോഷം പങ്കെടുത്ത എല്ലാ മക്കളെ ആസ്വദിക്കുകയും സഹായിക്കും. സ്വർണ്ണ പ്രാർത്ഥന കടന്നായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഇവരോടും ഇന്ന് മുതൽ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ അടിയാരേ മനസ്സിൽ ഉടയമോന്നത പരമേ വന്ദനം നിനക്കാ. മനസ്സിൽ ഉടയമോന്നത പരമേ വന്ദനം നിനക്കാ. യോഗം പങ്കെടുത്ത എല്ലാ പ്രദേശവും നന്ദി അറിയിക്കുന്നു. മറന്നു പോകരുത്. അടുത്ത ചൊവ്വാഴ്ച
നമ്മുടെ കൺവെൻഷൻ ഇനി നിങ്ങൾ നേരിൽ കാണാനോ ഒരുപക്ഷെ ഒന്ന് അറിയിക്കാനോ ഇനി കഴിയില്ല. ഇതൊരു അറിയിപ്പായി കരുതി എല്ലാവരും കടന്നു വരുന്ന ഭവനത്തിലുള്ള എല്ലാ മക്കളെയും കടന്നു വരണം. കർത്താവിനാസൻ പോൾ ചന്ദ്രൻ എന്ന ദൈവദാസനാണ്. നമുക്ക് സന്ദേശം നൽകുക. എല്ലാ പ്രിയപ്പെട്ടവരും നേരത്തെ കടന്നു വരുവാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥികളുണ്ടെങ്കിൽ പ്രഭുത നിങ്ങൾക്ക് വേണ്ടി യോഗാനന്ദങ്ങൾക്ക് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.